വീട്ടിലെ നമുക്ക് ഡെലിവറി. ഇവിടുന്ന് എങ്ങനെ ഇട്ട് വളക്കുമെന്നാവോ ദൈവമേ. എന്തെങ്കിലും ചെയ്യാം. നോക്കാം മച്ചന്മാർ ഇങ്ങനെ ഒന്ന് വളച്ച് എന്താകും അവസ്ഥ. നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുന്നതിൽ നമുക്ക് പ്രശ്നമില്ല. അത് നമുക്ക് നമ്മുടെ കമ്പനിയുടെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കാം. പക്ഷേ ഇവരുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ ഇതുപോലെ ഒരു പ്രാവശ്യം ബാക്ക് എടുത്തൊരു വോൾവോടെ കാറ് കിടപ്പുണ്ടായിരുന്നേ. അതിനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് നമ്മൾ ബാക്ക് എടുത്ത് അവരുടെ കാർപോർട്ട് ഇടിച്ച് പൊളിച്ചു. വലിയ പ്രശ്നം പറ്റിയില്ലെങ്കിലും അതൊരു പ്രശ്നം തന്നെ പറ്റി. പക്ഷെ നമുക്ക് ഏകദേശം അടുത്ത് പോലും ഉണ്ടെന്നോ ഡെലിവറി. എല്ലാം അങ്ങോട്ട് തന്നെയാണ് കേട്ടോ. 2 കിലോമീറ്റർ അപ്പുറത്തെ ഡെലിവറി. ഓക്കെ മച്ചന്മാരെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഭയങ്കര ട്രാഫിക്കും പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ വേറെ കോഴ്സ് എന്നുള്ള വീഡിയോ എടുക്കാം ചേട്ടാ. ഇത് നമുക്ക് ഇച്ചിരി കൂടി ലോങ് റൂട്ടാണ്. കുൻസ്ബാഗ ഏരിയ തന്നെയാണ്. പക്ഷേ നമുക്ക് അവിടുന്ന് ഒരുപാട് താഴത്തോട്ട് പോകണം. അത്യാവശ്യം നല്ല റൂട്ട് തന്നെയാണ്. നമ്മൾ ഇനി ഏകദേശം 3.5 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഡെലിവറിക്ക്. ഏകദേശം 36 കിലോമീറ്റർ ഉണ്ടായി. പക്ഷേ ഭയങ്കര ട്രാഫിക്കായിരുന്നു. നമ്മൾ അവിടുന്ന് 4:30 തിരിച്ചിട്ട് 5:10 ഇപ്പോൾ എന്നിട്ടും എത്തിയിട്ടില്ല. ചെറിയ മടുപ്പുണ്ട് കേട്ടാ. ഉറക്കം ശരിയായില്ല. അപ്പോൾ അത് കാരണം ചെറിയ മടുപ്പുണ്ട്. എന്തായാലും പക്ഷെ ജോലി ചെയ്തേ പറ്റുള്ളൂ. ടെമ്പറേച്ചർ ഒരു 17-18 ഉള്ളൂ. പക്ഷെ ചൂട് ഭയങ്കര ചൂടാണ് കേട്ടോ. ഭയങ്കര ടാൻ വരുന്ന ടൈപ്പുള്ള സൺലൈറ്റാണ് ഇവിടുത്തെ. നമുക്ക് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ കൂടി ഉണ്ട് ഫസ്റ്റ് ഡെലിവറിക്ക്. നമുക്ക് ഇന്നലത്തെ പോലെ തന്നെയാണ് ഏകദേശം ഇന്നത്തെ പരിപാടി. കാരണം കുറച്ച് നമ്മളിപ്പോൾ ഡെലിവറി ചെയ്യാൻ നമ്മളിപ്പോൾ റീച്ച് ആകുന്ന ആ ഒരു ഡെസ്റ്റിനേഷനിൽ കുറച്ച് ആ ഒരു ഏരിയയിൽ കുറച്ചധികം ഡെലിവറി കൊടുത്തിട്ട് അവിടുന്ന് പിന്നെ ട്രാവൽ ചെയ്ത് വേറെ സ്ഥലത്തോട്ട് പോകണം. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് നല്ല വെയിറ്റുള്ള ഒരുപാട് പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ വൈനാണ് കൂടുതലും. അത് അവസാനം ഈ കാറ്റഗറി ഡിയിലാണ് വന്നേക്കണം കൂടുതലും. നമുക്ക് റൈറ്റാണ്.
റൈറ്റ് സൈഡിൽ കാണുന്ന പമ്പ് കണ്ട്, ഇതാണ് OK Kuwait. ഇതാണ് നമ്മളുടെ കമ്പനി നമുക്ക് ഈ കമ്പനിയുടെ ഫ്യൂവൽ കാർഡ് നമുക്ക് തന്നേക്കണം കേട്ടോ. നമുക്ക് ഇവിടുന്ന് നമ്മുടെ കാർഡ് വെച്ച് എത്ര വേണമെങ്കിലും ഫ്യൂവൽ അടിക്കാം. ഈ നമ്മുടെ വണ്ടി ഏകദേശം ഫുള്ളാകാനായിട്ടൊരു 1000 ക്രോൺസ് നമ്മുടെ നാട്ടിൽ ഏകദേശം സെയിം തന്നെ, ഒരു 42 ലിറ്റർ 46 ലിറ്റർ ഒക്കെ കയറും കേട്ടോ വണ്ടി. അത് ഡീസലാണ്. ഒരു 700 മീറ്റർ കൂടി ഉണ്ട് കേട്ടോ നമുക്ക് പോകാനായിട്ട്. അപ്പാർട്ട്മെൻ്റ് ആണോ എന്ന് സംശയമാണ്. അത് ഇനി വല്ല ഷോപ്പാണ്, ഇൻഡസ്ട്രിയൽ ഏരിയ പോലത്തെ എന്തെങ്കിലും ഒരു നോക്കാം എന്തായാലും. മനസ്സിലായിട്ടില്ല കേട്ടാ ഇത് എവിടെ കൊടുക്കേണ്ടതെന്നുള്ളത്. ഒന്നും കാണുന്നില്ല. 19 മാത്രമേ. സ്ഥലം എത്തിയെന്നാ കാണിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി പോകണോ? ഓക്കെ, എന്തായാലും വിളിച്ച് നോക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ കണ്ടില്ല, ഇവിടെ വന്നപ്പോൾ നമ്മൾ കസ്റ്റമറെ വിളിച്ചപ്പോൾ കസ്റ്റമർ പറയുന്നത് അപ്പർ സൈഡാണ്. കാരണം മാപ്പ് നമ്മൾ ചതിക്കണത്. മാപ്പ് കൊണ്ട് കറക്റ്റായിട്ട് നീ എത്തിയിടാന്നും പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് നിർത്തി. നമ്മളിവിടെ എത്തി കസ്റ്റമർ വിളിച്ചപ്പോൾ നീ എന്തിനാണ് അവിടെ പോയത്, ഫ്രണ്ടിലോട്ട് വരാനായിട്ട്. ആ നിൽക്കുന്ന ആളാണെന്ന് തോന്നുന്നു കസ്റ്റമർ. അത് തന്നെ കൈപൊക്കി കാണിച്ചിട്ടാ നീളാ കസ്റ്റമർ. Yeah, hello. Yeah. ആ പുള്ളിക്ക് നമ്മൾ പാക്കറ്റ് കൊടുത്തു കേട്ടോ. മദ്യമായിരുന്നു, അപ്പോൾ സൈനൊക്കെ മേടിക്കണമായിരുന്നു. അടുത്തത് 1.5 കിലോമീറ്ററിലാണ്. നമുക്ക് അങ്ങോട്ട് എന്തായാലും തിരിക്കാം.
മച്ചന്മാരെ 6 മണി കഴിഞ്ഞിട്ടാ. നമുക്ക് ഇനി ഏകദേശം 58 സ്റ്റോപ്പ് കൂടി ബാക്കിയുണ്ട്. പാഴ്സൽ കുറേ അധികം ഉണ്ട്. അപ്പാർട്ട്മെൻറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ എന്താ പറഞ്ഞ ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുക്കാൻ ചെയ്തത്. അത് പ്രത്യേകിച്ച് ഭംഗിയൊന്നും കാണാനില്ലല്ലോ അപ്പാർട്ട്മെൻറ്റ്സിൽ. അതും ഒരിടത്ത് നിർത്തി ഒരു 200 മീറ്റർ 300 മീറ്റർ ഇങ്ങനെ കൊടുത്തിട്ടിരിക്കുന്ന കാരണം എനിക്കാണെങ്കിൽ ക്യാമറ എടുത്തിട്ട് പോയിട്ട് നമ്മുടെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് പോയിട്ട് ഇവരെ കാണിക്കാനുള്ളൊരു അല്ലെങ്കിൽ കൊടുക്കുന്ന ആൾക്കാരെ അത് ഇവർ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോയി വീടുകളിലേക്കുള്ള ഡെലിവറി അവരുടെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കാണിക്കുക. അതായത് ഇവർ ഭയങ്കര പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റിൽ നമുക്കിനി കൊടുക്കാനുള്ള ബ്രൗൺ കളർ കാണുന്നത് നമുക്കൊരു 8-10 ഡെലിവറി കൂടിയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് നല്ല റൂട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഒന്ന് തീർത്തിട്ട് ഞാൻ വരാട്ടോ. മച്ചന്മാരെ നമ്മുടെ അപ്പം ഇവിടുത്തെ ഡെലിവറി എല്ലാം തീർന്നു. ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമുക്ക് 3 സ്ഥലങ്ങളിലായിട്ടാണ് ഡെലിവറി. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 10-18 ഡെലിവറികളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഡെലിവറി വേറൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു 9 ഡെലിവറികളുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് അടുത്തൊരു സ്ഥലത്തോട്ട് പോകണം. അവിടെയാണ് പിന്നെ ബാക്കിയുള്ള ഡെലിവറി എല്ലാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിക്കുവാണ്. ഏകദേശം 13 കിലോമീറ്റർ ഉണ്ട് അടുത്തൊരു സ്ഥലത്തോട്ട് നമുക്ക് പോകാനായിട്ട്. ആ വഴിയിലെ ഓൾമോസ്റ്റ് എല്ലാ കാഴ്ചകളും ഞാൻ കാണിക്കട്ടെ. എനിക്കും കണ്ടിട്ട് തോന്നുന്നു നല്ല റോഡാണെന്ന്, നല്ലൊരു വഴിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് ഫുള്ള് കവർ ചെയ്യാം. ദേമച്ചന്മാരെ മുമ്പിൽ കണ്ട നമുക്ക് ശരിക്കും ഒരു 800 മീറ്റർ പോയാൽ മതിയായിരുന്നു അടുത്ത ഡെലിവറിക്ക്. ഇപ്പോൾ ഈ സാധനം മുമ്പിലുള്ള കാരണം എന്തിനാണ് ഇവന്മാരിങ്ങനെ ഇത് വെച്ച് അടച്ചേക്കണമെന്ന് ഒരു പിടുത്തമില്ല കേട്ടാ. നേരെയുള്ള റോഡാണ്. ഇനി പല അതിർത്തി തർക്കമൊന്നും അറിയാൻ പാടില്ല. ഇത് വെച്ച് അടച്ചേക്കണ കാരണം ഇനി നമുക്ക് ഏകദേശം 3 കിലോമീറ്റർ കറങ്ങി വേണം ഈ സ്ഥലത്തോട്ട് വീണ്ടും വരാനായിട്ട്. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് സംശയം ഉണ്ടായിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വന്നെന്നുള്ളൂ. 2 നമ്മൾ കൊടുത്തു കേട്ടോ ഡെലിവറി. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് പണ്ടാരം അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. നോക്കട്ടെ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വഴി നോക്കാം. അതല്ല ഇനി പ്രശ്നം, നമ്മൾ ഈ കറങ്ങിത്തിരിഞ്ഞ് 3 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴേക്കും അടുത്ത ഡെലിവറി പിന്നെയും ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ നമ്മുടെ പണി പാളും. പിന്നെയും 3 കിലോമീറ്ററോളം കറങ്ങണം. നോക്കാം എന്തായാലും. പക്ഷേ 2 സൈഡിലും കാണുന്നത് ഗോൾഫ് ക്ലബ്ബാണ് കേട്ടോ. ഒരുപാട് പേര് കളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഏകദേശം 12 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷൻ എത്താറായി. ഒരു 500 മീറ്റർ കൂടിയുള്ളൂ. പക്ഷേ ഈ സ്ഥലം ഇച്ചിരി ട്രിക്കിയാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഈ സ്ഥലത്തെ പലപ്പോഴും ഈ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല പല ഡെസ്റ്റിനേഷനിലോട്ട്. നോക്കാം എന്തായാലും. പ്രീവിയസ് ഇവിടെ വന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ് കേട്ടോ. അടുത്തടുത്തന്നെ കിട്ടിയാൽ കൊള്ളാം. ഇടയ്ക്ക് നടുക്കൊരു ബാരിക്കേഡ് ഉണ്ട്. അപ്പോൾ അത് കടന്ന് പലപ്പോഴും പോകാൻ പറ്റാറില്ല. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 3-3.5 കിലോമീറ്റർ ചുറ്റേണ്ടി വരും. നോക്കാം നമുക്ക് മാക്സിമം അടുത്തുള്ള ഡെലിവറി ആണെങ്കിൽ കൊടുത്തിട്ട് ബാക്കി അത് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ നടക്കണമെങ്കിൽ നടക്കുകയും ചെയ്യാൻ കേട്ടോ. ഒരു 300 മീറ്റർ നടന്നാൽ മതി. നമ്പർ 6 ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഈ പിള്ളേരെ കളിക്കുന്ന സ്ഥലത്താണ് നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. മച്ചാൻ ഡെലിവറി അടുത്തത്.
മച്ചന്മാർ രണ്ട് സൈഡിലും കാണുന്നത് ഗോൾഫ് ക്ലബ്ബാണ് കേട്ടോ. ഒരുപാട് പേര് കളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഏകദേശം 12 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷൻ എത്താറായി. ഒരു 500 മീറ്റർ കൂടിയുള്ളൂ. പക്ഷേ ഈ സ്ഥലം ഇച്ചിരി ട്രിക്കിയാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഈ സ്ഥലത്തെ പലപ്പോഴും ഈ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റില്ല പല ഡെസ്റ്റിനേഷനിലോട്ട്. നോക്കാം എന്തായാലും. പ്രീവിയസ്ലി ഇവിടെ വന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ് കേട്ടെ. അടുത്തടുത്തന്നെ കിട്ടിയാൽ കൊള്ളാം. ഇടയ്ക്ക് നടുക്കൊരു ബാരിക്കേഡ് ഉണ്ട്. അപ്പോൾ അത് കടന്ന് പലപ്പോഴും പോകാൻ പറ്റാറില്ല. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 3-3.5 കിലോമീറ്റർ ചുറ്റേണ്ടി വരും. നോക്കാം, നമുക്ക് മാക്സിമം അടുത്തുള്ള ഡെലിവറി ആണെങ്കിൽ കൊടുത്തിട്ട് ബാക്കി അത് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ നടക്കണമെങ്കിൽ നടക്കുകയും ചെയ്യാൻ കേട്ടോ. ഒരു 300 മീറ്റർ നടന്നാൽ മതി. നമ്പർ 6 ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. പിള്ളേരെ കളിക്കുന്ന സ്ഥലത്താണ് നമുക്ക് കൊടുക്കാനുള്ള കേട്ടോ മച്ചാൻ. ഡെലിവറി അടുത്തത് ഡെലിവറി എന്തെങ്കിലും കൊടുത്തിട്ട് വരാം. മച്ചന്മാരെ മുമ്പിൽ കണ്ട, നമുക്ക് ശരിക്കും ഒരു 800 മീറ്റർ പോയാൽ മതിയായിരുന്നു അടുത്ത ഡെലിവറിക്ക്. ഇപ്പോൾ ഈ സാധനം മുമ്പിലുള്ള കാരണം എന്തിനാണ് ഇവന്മാരിങ്ങനെ ഇത് വെച്ച് അടച്ചേക്കണമെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. നേരെയുള്ള റോഡാണ്. ഇനി വല്ല അതിർത്തി തർക്കമെന്ന് അറിയാൻ പാടില്ല. ഇത് വെച്ച് അടച്ചേക്കണ കാരണം ഇനി നമുക്ക് ഏകദേശം 3 കിലോമീറ്റർ കറങ്ങി വേണം ഈ സ്ഥലത്തോട്ട് വീണ്ടും വരാനായിട്ട്. ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് സംശയം ഉണ്ടായിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വന്നെന്നുള്ളത്. 2 നമ്മൾ കൊടുത്തു കേട്ടോ ഡെലിവറി. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് പണ്ടാരം അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. നോക്കട്ടെ, ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വഴി നോക്കാം. അതല്ല ഇനി പ്രശ്നം, നമ്മൾ ഈ കറങ്ങിത്തിരിഞ്ഞ് 3 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോഴേക്കും അടുത്ത ഡെലിവറി പിന്നെ ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ നമ്മുടെ പണി പാളും. പിന്നെയും 3 കിലോമീറ്ററോളം കറങ്ങണം. നോക്കാം എന്തായാലും. മച്ചന്മാരെ, അപ്പോൾ 8 മണിയായി. നമുക്ക് ഒരുപാട് പാഴ്സൽ ബാക്കിയുണ്ട് കേട്ടോ. നോക്കാം. ഇനി എന്തായാലും ഞാൻ പറഞ്ഞില്ല 3 സ്ഥലത്തായിട്ടാണ് നമ്മുടെ ഡെലിവറി സ്ഥലം തന്നിച്ചത്. അപ്പോൾ ആ 2 സ്ഥലവും കഴിഞ്ഞ് ഇപ്പോൾ ഒരു 4.5 കിലോമീറ്റർ ഓടി നമുക്ക് അടുത്തൊരു സ്ഥലത്തോട്ട് ചെല്ലണം. പിന്നെ ബാക്കിയുള്ള ഡെലിവറി എല്ലാം അവിടെ ആ ഒരു ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു 3 മണിക്കൂറിൽ നമുക്ക് മാക്സിമം പാഴ്സൽസ് കൊടുത്തു തീർക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. അറിയത്തില്ല, എന്തായാലും നോക്കാം. മാക്സിമം കൊടുത്തു തീർക്കാം. നമ്മളെപ്പോഴും മാക്സിമം കൊടുത്തു തീർത്തിട്ടേ പോകാറുള്ളൂ. 11 മണി ആയാലും 11 മണി വരെ ശരിക്കും നമ്മുടെ വർക്കിംഗ് ടൈം ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 1-2 പാഴ്സൽ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ടൈം ചെയ്യാം. അതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ എങ്കിലും ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ 1-2 പാഴ്സലൊക്കെ. ഇനി അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ഒരു പാക്കറ്റ് ക്രിസ്മസിൻ്റെ ഒക്കെ ടൈമിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു പാഴ്സലൊക്കെ നോക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെന്തായാലും അത് എക്സ്ട്രാ നമുക്ക് അണ്ടു അടിച്ച് പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് നമ്മൾ അണ്ടു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഡെലിവറി കൂടി ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇന്നറിയത്തില്ല, നോക്കാം. നമ്മുടെ ബിയുടെ പാഴ്സൽ ഇതുവരെ തീർന്നിട്ടില്ലത്. ബിയുടെ പാഴ്സൽ ഏകദേശം 6-7 പാഴ്സൽ ഇനിയും കിടക്കുന്നു നമ്മുടെ കയ്യിൽ. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സ്ഥലങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഇൻറ്റൻഷൻ. അല്ലാണ്ട് എൻ്റെ ഒരു ജോലി കാണിക്കുക എന്നുകൊണ്ടല്ല. ഈ ജോലി കാരണം
ഇനി ഒരു നെക്സ്റ്റ് ഒരു എന്താ പറയുന്ന ഒരു അടുത്ത വർഷമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ സ്വീഡിഷ് ലൈസൻസിന് എലിജിബിൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്യാം എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അല്ല, എന്തായാലും നമ്മൾ ലൈസൻസ് എടുക്കണം. അതിനുള്ള തയ്യാറെടുപ്പ് നടന്നിരിക്കണം. ഫസ്റ്റ് ടൈം നമ്മൾ പോയിട്ട് അത് ശരിയായില്ല, കിട്ടിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത അറ്റംപ്റ്റില്ലെങ്കിൽ നമുക്ക് ശരിയാക്കാം. ഞാൻ ഇവിടെ നിന്ന് ടൈം ലാപ്സ് ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഒരുപാട് ടൈം ആകും വീഡിയോയുടെ നമ്മുടെ. മച്ചന്മാരെ 9 മണിയായിട്ടാ. 9 മണിയായപ്പോൾ ഇതാണിപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈറ്റ് ഉള്ളത് ഇവിടെ. നമ്മൾ 8 മണിയായപ്പോൾ നമ്മുടെ ഇതിലുണ്ടായിരുന്ന വെച്ചാൽ 40 പാക്കറ്റായിരുന്നു, 40 സ്റ്റോപ്പായിരുന്നു ഫുള്ള്. ഇപ്പോൾ നമ്മളത് 24 കുറച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിൽ നമ്മളൊരു 16 സ്ഥലത്ത് പോയി പാക്കറ്റുകൾ കൊടുത്തു. അടുത്തടുത്ത് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ, അടുത്തടുത്ത് പാക്കറ്റുകൾ കിട്ടി, അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയുള്ളത് ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ അകലത്താണ്. അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസ് കൂടി എടുത്തേക്കല്ലാന്ന് ഓർത്തു. ലൈറ്റ് എന്തായാലും 1 മണിക്കൂർ കൂടി ഉണ്ടാവും. ഇന്നലെ ഞാൻ രാത്രി വീട്ടിൽ ഏകദേശം ഒരു 11:30 ചെല്ലുമ്പോഴും ഒരു നാട്ടിൽ സന്ധ്യ മയങ്ങുന്നൊരു സമയം പോലെ ഉണ്ടായിരുന്നുള്ളൂ. വെളുപ്പിനെ കറക്റ്റ് ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കഴിയുമ്പോഴും ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ കഴിഞ്ഞ ദിവസം 4:55 ടെസ്റ്റ്. അപ്പോൾ ഒരു 4 മണിയായപ്പോൾ എഴുന്നേറ്റപ്പോഴും ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സൺലൈറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഡേ ടൈമാണ് കൂടുതൽ, നൈറ്റ് ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവെന്ന് വെച്ചാൽ ഭയങ്കര കുറവാണ്. നോക്കിയേ മച്ചാന്മാരെ, ഒരു റൗണ്ട് ബോട്ടിൻ്റെ നടുക്ക് വെച്ചേക്കുന്ന സാധനം നോക്കി. കുറച്ച് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. പുറകിൽ വണ്ടിയൊന്നും ഇല്ലെത്തും പ്രതീക്ഷിക്കും. ഓ, നടക്കുന്നില്ല കേട്ടോ, കൈ കൊണ്ടേ ടച്ച് ചെയ്യാൻ പറ്റില്ല. കയ്യിൽ ഗ്ലൗസ് ഇട്ടേക്കുന്ന കാരണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴായിരുന്നു നമ്മുടെ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ ഹെൽപ്പൊക്കെ ചോദിച്ച് ഹെൽപ്പൊക്കെ കിട്ടിയത്. കറക്റ്റ് അതെ ആ സ്ഥലത്തോട്ട് തന്നെയാണ് പോകുന്നത്. ആ വീടിൻ്റെ വാതിക്കൽ തന്നെയാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ തന്നെയാണ് ഡെലിവറി എടുത്തോണ്ട്. ഇവരൊക്കെ സ്ഥിരമായിട്ട് ഡെലിവറി ഓർഡർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ മച്ചാന്മാരെ. അപ്പോൾ എന്തായാലും അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വരാം. നല്ല സ്ഥലങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ എടുക്കാം. 1 മണിക്കൂറിനുള്ളിൽ അടുത്തൊരു 10 മണിക്കുള്ളിൽ എത്ര ഡെലിവറി കൊടുക്കുന്നുള്ളത് ഞാൻ ഉറപ്പായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ഡെലിവറി ചെറിയൊരു പാക്കറ്റാണ്. ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മച്ചാന്മാരെ ഡെലിവറി കൊടുത്തിട്ട് വരാം. എന്തായാലും ഞാൻ നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോ എടുക്കാം കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ജോലി കഴിഞ്ഞു കേട്ടോ. നമുക്ക് 10:50 ആയപ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞു. ഇനി നമുക്കിന്ന് വേറെ ഹോസ്റ്റിൽ പോകേണ്ട ആവശ്യമില്ല. 10:50 ആയപ്പോൾ ഒരു ഇരുട്ടായി കേട്ടോ. 10:50 ആയപ്പോൾ ഇവിടെ കുറച്ച് കാട് പോലത്തെ ഒരു പ്രദേശമാണ്. ഇവിടേക്ക് ഇരുട്ടായി. നമുക്കിന്നപ്പോൾ വേറെ ഹോസ്റ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് റിട്ടേൺ പാഴ്സൽസ് ഒന്നുമില്ല, നേരിട്ട് വീട്ടിലോട്ട് പോകാം. വീട്ടിലേക്ക് ഏകദേശം 55 കിലോമീറ്റർ ഉണ്ട്. 11:40 ആകും എന്നാണ് പറയുന്നത് എത്തുമ്പോഴേക്കും വീട്ടിൽ എന്നാണ് ആപ്പിൾ മാപ്പ് പറയുന്നു. വി വിൽ സി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ.
വീണ്ടും സ്വീഡനിലെ ഒരു പുതിയൊരു ഡെലിവറി വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും പറ്റുന്നത്. ഡെലിവറി വീഡിയോ അല്ല, ശരിക്കും സ്വീഡനിലെ ഒരു ഭംഗി, ഗ്രാമഭംഗികൾ കാണിക്കുക എന്നുള്ളതാണ് കൂടുതലും ഞാൻ നമ്മുടെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.